ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേത് ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഷോപ്പിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് നമ്മൾ പോയിട്ടുള്ളത് കോഴിക്കോടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലുള്ള കുറച്ച് ഷോപ്പിലൊക്കെയാണ് നമ്മൾ കയറിയത്. അപ്പം നമ്മൾക്ക് ട്രിപ്പ് പോകാനുള്ളത് കാശ്മീരിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം, വിൻ്റർ ഡ്രസ്സസ്സാണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ഇപ്പോൾ ചില ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്യൂമൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പം അവിടുന്ന് ഷെസിനും ഷെയ്സിനും ഒക്കെ കുറച്ച് വിൻ്റർ ഡ്രസ്സസ്സൊക്കെ എടുത്തു. അപ്പം ഓഫർ എന്ന് പറയുമ്പം ഭയങ്കര ഡീലാണ് കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നല്ല ഹാഫ് പ്രൈസിനൊക്കെ, അതായത് ഇപ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ അങ്ങനെ. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ ഇനി മെയിനായിട്ട് വാങ്ങിക്കാനുള്ള ജാക്കറ്റൊക്കെയാണ് കേട്ടോ വാങ്ങേണ്ടത്. അപ്പം നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ കയറിയിട്ട് റീസണബിളായിട്ട് തോന്നുന്നത് അങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ട് ഓരോ ഷോപ്പിലും കയറി നോക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അപ്പം ഹൈലൈറ്റ് മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു അടിപൊളി സംഭവം കണ്ടിട്ടോ. മാസ്റ്റർ ഗാർഡ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പം അവരിതാ അവരുടെ ഫോണിൽ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു. ഒന്ന് മാറ്റ് ഫിനിഷുള്ള സ്ക്രീൻ ഗാർഡാണ്, പിന്നെ ഒന്ന് ഗ്ലാസ് ടൈപ്പ് സ്ക്രീൻ ഗാർഡാണ്. അപ്പോൾ പൊട്ടുമൊന്നുമില്ല. അപ്പോൾ അവരടിച്ചിട്ടൊക്കെ കാണിച്ചു തന്നു, അവരുടെ ഫോണിൽ അടിച്ചിട്ടും ഒക്കെ കാണിച്ചു തന്നു. പൊട്ടുമൊന്നുമില്ല, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തോന്നി. ഞാനിപ്പോൾ അത് ആ സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ട് കുറേ ദിവസമായി, ഇതുവരെ ഒരു പൊട്ടലോ ഒന്നും വന്നിട്ടില്ല. അപ്പം പിന്നെ അതുമല്ല, ഇത് ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട്. ജസ്റ്റ് ഒരു സർവീസ് ചാർജ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതവർ റീപ്ലേസ് ചെയ്ത് തരും. അപ്പം നല്ല സംഭവമായി തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് പോയി നോക്കി നോക്കുക. നല്ല ക്ലീനായിട്ട് ഫോൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ഗാർഡൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ വേറൊരു ഷോപ്പിൽ കയറി. ഏത് ഷോപ്പായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ജാക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി. 50% ഓഫറൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര റേറ്റ് കേട്ടോ. നമ്മൾ 14,000 ഒക്കെയാണ് ഒരു ജാക്കറ്റിന് തന്നെ വരുന്നത്, നമ്മൾ ഓഫർ ഉണ്ടായി കഴിഞ്ഞാലും. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്തില്ല. നമ്മൾ ജസ്റ്റ് നോക്കി പക്ഷെ അവിടുന്ന് എടുത്തില്ല. നമ്മൾ പിന്നെ വിചാരിച്ചത് ഡെക്കാത്തലോണിൽ പോകാമെന്ന്. കുറേ പേര് സജസ്റ്റ് ചെയ്ത് ഡെക്കാത്തലോണാണ് കേട്ടോ. ഡെക്കാത്തലോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൗസും ജാക്കറ്റും അതിൽ തണുപ്പിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡെക്കാത്തലോണിലൊന്ന് പോയി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡെക്കാത്തലോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മളുടെ കൂടെ വരും. അപ്പം നമുക്ക് എന്തെല്ലാം ആണോ ഈ ഒരു തണുപ്പിലേക്ക്, ഇപ്പം നമ്മൾ കാശ്മീരിലേക്കാണ് പോണത്, അല്ലെങ്കിൽ കുളു മനാലി ആണെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് പറഞ്ഞു തരും. 1 by 1 ആയിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ അവിടെ ഇല്ലാത്ത സൈസിലുള്ളതാണെങ്കിൽ അവർ ഡയറക്റ്റ് ഓർഡർ ചെയ്ത് തരും. ഇത് അവിടെ തന്നെ സ്റ്റാഫ് നമുക്ക് ഓർഡർ ചെയ്ത് തന്നു കേട്ടോ. എനിക്കും ഷേസൊക്കെ ഒന്നും കറക്റ്റ് സൈസ് കിട്ടിയിട്ടില്ലായിരുന്നു ജാക്കറ്റ്. അപ്പം ഡെക്കാത്തലോണിൽ തന്നെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്ത് തന്നു, ഓർഡർ ചെയ്ത് തന്നു. പിന്നെ ഇതിലേക്ക് നമുക്ക് ലൈനർ ഡ്രസ്സ് ആവശ്യമുണ്ട്. ഉള്ളിലേക്ക് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ചൂട് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ലൈനർ ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ പോയത്. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം അവർക്കും തന്നെ തണുപ്പൊക്കെ എത്രമാത്രം സഹിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ പ്ലാൻഡ് ആയിട്ട് ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ പോയത്. പിന്നെ അതാ ഗ്ലൗ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു ലൈനർ ഗ്ലൗവും അതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ അവർ നോക്കിയിട്ട് എടുത്തു തരും കേട്ടോ. പിന്നെ നമ്മൾ ലൂസായിട്ടുള്ള ജാക്കറ്റ്, അതുപോലെ തന്നെ ലൂസായിട്ടുള്ള ഗ്ലൗ ഒന്നും യൂസ് ചെയ്യരുത്. അതൊക്കെ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്ന ടൈപ്പ് തന്നെ വേണം, എന്നാലുള്ള നമുക്ക് തണുപ്പ് ഉള്ളിലേക്ക് കയറാതെ നിൽക്കുക. പിന്നെ സോക്സ്, അതുപോലെ ഈ ഒരു വൂളൻ ക്യാപ്പ്, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എടുത്തിട്ടു. പിന്നെ അതാ നെക്കിലിടാൻ വേണ്ടിയിട്ട്, നെക്കിൽ തണുപ്പ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻസ് ആണെങ്കിലും ലൈനർ പാൻറ്റ്, പിന്നെ അതിന് മുകളിൽ വേറൊരു പാൻറ്റും കൂടെ, ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള വെള്ളമൊന്നും ആവാതിരിക്കാനുള്ള, മഞ്ഞിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആവാതിരിക്കാനുള്ള ഒരു ടൈപ്പ് പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി വേണ്ടത് ഷൂസാണ്. അപ്പം ഷെയ്സിനും ഉള്ളത് അവിടുന്ന് ഷൂസ് വാങ്ങിച്ചു. എനിക്കും ഷേസക്കും പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ബൂട്ട്സാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെയ്സിനും പിന്നെ ഈ ഒരു തണുപ്പിലേക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് തന്നെ ഷൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം ഇതെല്ലാം പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ യൂസ്ഫുൾ ആവില്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും പോയി വന്നിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയാം എന്തെല്ലാം യൂസ്ഫുൾ ആയി എന്നൊക്കെ ഉള്ളതൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡെക്കാത്തലോണിൽ നിന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ വേറെ കുറച്ച് വിൻ്റർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അസ്കർക്ക പോയിട്ട് വെസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, ഗോകുലം മോളിലുള്ള വെസ്റ്റ് സൈഡിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഡ്രസ്സസ് നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാ നമ്മൾ പോണേൻ്റെ 2 ദിവസം മുന്നേ ഇതാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതാ ഷെസിനും ഷെയ്സൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സ്നോ കാണാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 3-4 ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാനെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു വലിയ സ്കേർട്ട് ഷോർട്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എക്സ്റ്റൻഷൻ സ്കേർട്ട് ഓൺലൈൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തത് മാറിയിട്ട് വേറെ എന്തോ സാധനമാണ് വന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റ് സമയത്ത് പോണ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്കേർട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു സ്കേർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ കുറച്ച് ലെങ്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കേർട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓരോ ഗ്ലൗവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. ഓരോരുത്തരുടെയും ഗ്ലൗസിൻ്റെ ലൈനർ ഗ്ലൗസും അതിൻ്റെ മുകളിലുള്ളതും അതുപോലെ തന്നെ ലൈനർ ഡ്രസ്സും ഒക്കെ സെറ്റാക്കിയിട്ട് ഓരോരുത്തരുടേതും അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ സോക്സും ഒക്കെ പിന്നെ ആ ഒരു ടാഗിൽ നിന്ന് എടുക്കാതെ തന്നെ അങ്ങനെ വെച്ചു. ഇല്ലെങ്കിൽ ആ കൂടെ മിക്സപ്പ് ആയിട്ട് നമുക്ക് ആ കൺഫ്യൂഷനാവും. അപ്പം എൻ്റേത് അസ്കർക്കാൻ്റെത് അതുപോലെ ഷെസിൻ എല്ലാവരുടെയും സെപ്പറേറ്റ് ആക്കിയിട്ട് എല്ലാ സംഭവങ്ങളും ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഓരോ ടീഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് എല്ലാവരുടെയും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ആദ്യം തന്നെ വെച്ചു. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് തിരഞ്ഞെടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും. എല്ലാം ഒരുപോലത്തെ സംഭവങ്ങളല്ലേ. അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. വയറുവേദന, അതുപോലെ തന്നെ പനി, ജലദോഷം, തലവേദന, കുട്ടികൾക്കുള്ള കഫ് സിറപ്പ്, പനിയുടെ സിറപ്പ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബൂട്ട്സാണിത്. അപ്പോൾ എനിക്കും ഷേസക്കും ഇതുപോലത്തെ ബൂട്ട്സ് ഓർഡർ ചെയ്തു. പിന്നെ ഷെസിനും ഷേസിനും ഡെക്കാത്തലോണിൽ എടുത്തതുമാണ്. ഇതാ നമ്മളുടെ ലഗേജൊക്കെ റെഡിയായി. ഇത് പിന്നെ ഞങ്ങൾ പോണേൻ്റെ തലേ ദിവസം വൈകുന്നേരം ഒന്ന് എൻ്റെ വീട്ടിൽ ഉമ്മാനും ഉപ്പാനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള പഴംപൊരിയും ചായയും കുടിക്കട്ടെ. അപ്പോൾ അവിടെ സെബീനയും മക്കളൊന്നും ഇല്ലായിരുന്നു. സെബീനയുടെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വാഫിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഫിൾസും ചോക്ലേറ്റ് സിറപ്പും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം അപ്പോൾ അവരുടെ അടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇപ്പോൾ രാവിലെ പുലർച്ചെ 4:30ക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം കൃത്യം 4:30ക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഞാനൊക്കെ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഉറങ്ങി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. അപ്പം ഇതാ ഒരു 6:30 ആയിട്ടുണ്ട്.
6:30 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ അങ്കമാലി കഴിഞ്ഞിട്ട് നെടുമ്പാശ്ശേരി എത്തുന്നതിൻ്റെ മുന്നേ ശരവണ ഭവന് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ടേസ്റ്റിൻ്റെ കാര്യമൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പം അവിടെ കയറി നല്ല പൂരിയും അതുപോലെ തന്നെ ഞാനും ഷേസിയും പിന്നെ നെയ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ നല്ല ടേസ്റ്റാണല്ലോ, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. പുലർച്ചെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു റോട്ടിൽ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് നെടുമ്പാശ്ശേരി എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് പോകുന്ന സമയത്ത് ഇതാ പാനുണ്ടല്ലോ, പാനിൻ്റെ പോലത്തെ ഒരു സ്വീറ്റ് സംഭവം ഉണ്ടല്ലോ, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഡബ്ബ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട്. അപ്പം നമുക്ക് 10:15 ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. അപ്പം ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 മണിക്കൂർ മുന്നേയൊക്കെ എയർപോർട്ടിൽ എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെ വേറെയും ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ എയർപോർട്ടിലേക്ക് എത്തും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടുന്ന് ഒരുമിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇപ്പോൾ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി നമ്മൾ കാശ്മീർ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.